നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളത് ഹെയർ ഫോളിനെ കുറിച്ചൊരു ടോപ്പിക്കായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ ഹെയർ ഫോളിനെ പോലെ തന്നെ അലട്ടുന്ന വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്നല്ലേ, ഡാൻഡ്രഫ്. പലരും ഈ ഡാൻഡ്രഫ് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒത്തിരി ഷാംപൂസ്, ഒത്തിരി ലോഷൻസ്, ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അവർക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡാൻഡ്രഫ് വിട്ട് മാറാത്തത്? കാരണം നന്നായിട്ട് ട്രീറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഡാൻഡ്രഫ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പൂർണ്ണമായി മാറ്റാനും പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡാൻഡ്രഫ് നമുക്ക് മാറാത്തത്, എന്തുകൊണ്ട് മാറിയാലും തിരിച്ച് വീണ്ടും വരുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും? ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡാൻഡ്രഫ് നമുക്ക് മാറാൻ പറ്റാത്തത്? അതിൽ ഏറ്റവും വലിയ കാരണം അത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒത്തിരി ഷാംപൂസ് ഇതുകൊണ്ട്, അത് ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന കീറ്റകനസോൾ ഷാമ്പു ആണ്. ഇത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ നോർമലായിട്ടൊരു ഷാമ്പു അല്ല കീറ്റകനസോൾ. കീറ്റകനസോൾ ഒരു മെഡിക്കേഷനാണ്, ഒരു മരുന്നാണ്. ഇത് നോർമൽ ഷാമ്പു പോലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് വരത്തില്ല. നോർമലായിട്ട് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ തല നനക്കും, ഈ ലോഷൻ എടുത്തിടും, ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ്സ് തല നനച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മിനിറ്റ് നിൽക്കാൻ പറ്റും? ഒരു 5 മിനിറ്റ്സ് ഈ ലോഷൻ തേച്ച് കഴുകിക്കളയും. അപ്പോൾ ആ മരുന്നിൻ്റെ എഫക്റ്റ് ആവുന്നില്ല. ഇത് മെഡിസിനാണ്. അത് കുറച്ച് നേരം നമ്മുടെ സ്കാൽപ്പിൽ ഇരുന്നാലേ ഡാൻഡ്രഫ് മാറത്തുള്ളൂ. ഇതാണ് മേജർ. എല്ലാവരും ചെയ്യുന്നത്, ഞാൻ തല നനച്ച് 2 മിനിറ്റ് വയ്ക്കും, വാഷ് ചെയ്യും, എന്നിട്ട് പറയും ചെയ്യുന്ന ദിവസം എനിക്ക് കുഴപ്പമില്ല ഡോക്ടറെ, 2 ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും വരും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ ഈ ആപ്ലിക്കേഷൻ, അല്ലാതെ ഏത് തരത്തിൽ, ഏത് വിധത്തിലാണ് ഈ ഷാമ്പു യൂസ് ചെയ്യുന്നതും കൂടെ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി മാറ്റം വരും. പിന്നെ ഇത് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നമുക്കിത് വന്നത്. കാരണം പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കുറച്ച് എണ്ണ തേക്കും. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ എണ്ണ ഒരു മാസ്കിങ് എഫക്റ്റാണ്. കാരണം നല്ലൊരു ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു ഡ്രൈ സ്കിന്നാണ്, ഓയിൽ മസാജ് ചെയ്താൽ എന്ത് പറ്റും? അതൊരു മാസ്ക് ആവും, ഡാൻഡ്രഫ് ഒന്നും കാണത്തില്ല. പക്ഷേ 2 ദിവസം നിങ്ങൾ എണ്ണ തേക്കായിരുന്നു നോക്കി, ഇതെല്ലാം തിരിച്ചു വരും. അപ്പോൾ ഡാൻഡ്രഫ് അല്ല, ഓയിൽ ആപ്ലിക്കേഷൻ ഡാൻഡ്രഫ് മാറുന്നില്ല, ഇതിന് നമ്മൾ മറച്ചു വയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത് ഓയിൽ സെക്രീഷൻ നമുക്ക് കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. 2, ഈ ഡാൻഡ്രഫിനെ ഇളക്കും. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ നല്ലോണം അത് ചീപ്പിട്ട് ഇളക്കുകയോ അല്ലെങ്കിൽ ഷാമ്പൂ ചെയ്തോ എന്തെങ്കിലും ചെയ്ത് അത് എങ്ങനെയെങ്കിലും ചുരണ്ടി കളയാൻ നോക്കും. അപ്പോൾ ചുരണ്ടി കളയാൻ കംപ്ലീറ്റ് പോകും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ഇത് തിരിച്ച് വീണ്ടും വരും. കാരണം ഇതൊരു ഡാൻഡ്രഫ് പറയുന്നത് നമ്മളൊരു സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ഒരു അലർജിക് റിയാക്ഷനാണ്. അപ്പോൾ ഇത് എത്ര നമ്മൾ ഇളക്കുന്നു, എത്ര നമ്മൾ ഇതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, അത്രയും കൂടുതൽ വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒന്ന് മെഡിക്കേഷൻ, പ്രോപ്പറായിട്ട് കീറ്റകനസോൾ അല്ലെങ്കിൽ അങ്ങനത്തെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ തല നനയ്ക്കാതെ, വെള്ളം ചേർക്കാതെ ഇത് തേച്ച് ഒരു 20 to 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. കാരണം ഇത് കോൺടാക്ട് പീരീഡ്, കാരണം മരുന്നിൻ്റെ എഫക്റ്റ് അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 20 to 30 മിനിറ്റ്സ് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേണം ഇത് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, അപ്പോൾ അങ്ങനെ വെച്ചാൽ എനിക്ക് നീരിളക്കം വരില്ലേ, എനിക്ക് ജലദോഷം വരില്ല? ഇത് ലോഷനാണ്, നമ്മൾ എണ്ണ തേക്കുമ്പോൾ ഒരു ലോഷനാണ്, ഇത് പതയില്ല, സോപ്പല്ല. അപ്പോൾ ഇത് തേച്ച് വെച്ച് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുന്നത് നല്ല റിസൾട്ട് വരും. അതും നമുക്ക് ഈ ഡാൻഡ്രഫ് നല്ല ഹൈ ഗ്രേഡ് ആണെങ്കിൽ നമുക്ക് വീക്ക്ലി 3 ഡേയ്സ്, പിന്നെ വീക്ക്ലി 2 ഡേയ്സ്, പിന്നെ വീക്ക്ലി വൺസ്, ഇങ്ങനെ കുറച്ച് വരണം. അതായത് ഒരു 3 to 6 മന്ത്സ് യൂസ് ചെയ്താലേ ഇത് മാറത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മൾട്ടി വിറ്റാമിൻസും പ്രോപ്പർ വൈറ്റമിൻസും ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹെയർ ഫോൾ മാറും. മെഡിക്കേഷൻസ് പ്ലസ് മൾട്ടി വിറ്റാമിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡാൻഡ്രഫ് മാറുന്നതാണ്. അപ്പോൾ ഒരു ആൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഹെയർ ഡ്രൈ ചെയ്യണം, സ്കാൽപ്പ് ഡ്രൈ ചെയ്യണം. പലരും മുടി നനവ് വച്ചിട്ട് പോകും. അപ്പം നനവ്, എണ്ണ, വേർപ്പ്, ഇത് 3 കൂടെ ഇരിക്കുമ്പോൾ ഡാൻഡ്രഫ് കൂടും. 2, ഈ ഡാൻഡ്രഫ് ഇളക്കാൻ പാടില്ല. എത്ര നമ്മൾ ഇളക്കുന്നു അത്രയും കൂടുതൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ഡാൻഡ്രഫ് കൂടും. 3, എണ്ണ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. വൺസ് ഇൻ എ വീക്കോ ആഴ്ചയിൽ ഒരിക്കൽ 10 ദിവസം കൂടുമ്പോൾ മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും പറ്റും, ഹെയർ ഫോളും കൺട്രോൾ ചെയ്യാനും അതിലൂടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറി എന്ന് വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.